ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മക്കളെ, ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 2023 അർദ്ധവാർഷിക പരീക്ഷയിൽ നടത്തിയ ചോദ്യപേപ്പർ ഉത്തരമടക്കം ഉള്ള വിശകലനമാണ് നടത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അലാമത്തു സ്വഹീഹി ഹിദാ അൽ ജവാബി സ്വഹീഹി. ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളമിടുക. ചോദ്യം 1 നോക്കാം. അഷ്റഫു മഖാമിൻ ബഅദ തഖ്വ. തഖ്വയ്ക്ക് ശേഷം ശ്രേഷ്ഠമായ സ്ഥാനമുള്ളത് ഏതിനാണ്? താഴെ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദിക്ർ ചൊല്ലുക, അസ്സുഹുദു ഐഹിക സുഖങ്ങൾ ഒഴിവാക്കുക. ഇതിൽ ഏതാണ്? ഉത്തരം സുഹദാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ലിദ്ദുൽ ഖനാഅത്തി. ഖനാഅത്ത് എന്നതിൻ്റെ വിപരീതം. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അതിൻ്റെ വിപരീത പദം ഏതാണ്? അൽ ഹിർസു അത്യാഗ്രഹം, അൽ കിബ്റു അഹങ്കാരം. അതിൽ ഉത്തരം അൽ ഹിർസു എന്നുള്ളതാണ്. 3. അഅ്ലമു സമറാത്തി തഖ്വ. തഖ്വയുടെ ഫലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അൽ ഉളു ചെയ്യുക, അൽ വറഉ ഭയഭക്തി ഉണ്ടാവുക. അതിനകത്ത് അൽ വറഉ എന്നുള്ളതാണ് ശരി ആൻസർ. 4. മസ്ദറു തഖ്വ. തഖ്വയുടെ അടിസ്ഥാനം എന്താണ്? അൽ ഖൽബു ഹൃദയം, അൽ ലിസാനു നാവ്. അൽ ഖൽബു ഹൃദയമാണ് ഉത്തരം. 5. മസ്റഅത്തുൽ ആഖിറത്തി. ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലം ഏതാണ്? അൽ മീസാനു. മീസാനാണോ അദ്ദുനിയ ദുനിയാവാണോ? നമുക്കറിയാം ഉത്തരം അദ്ദുനിയ ദുനിയാവാണ്. അജിബ് ബി ജുംലത്തിൻ വാഹിദത്തിൻ. ഇനി താഴേക്കുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 6ാമത്തെ ചോദ്യം, ആയത്തുൽ മുനാഫിഖി കംഹിയ. മുനാഫിക്കിന്റെ അടയാളങ്ങൾ എത്ര എന്ന് മാത്രം എഴുതിയാൽ മതി. സലാസത്തുൻ 3 എണ്ണമാകുന്നു. 7ാമത്തെ ചോദ്യം, ഹൽ തുജദു സഅദത്തു ബിൽ മാലി. സമ്പത്ത് കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയുമോ? ഉത്തരം ലാ, ഇല്ല. 8. അയ്യു അംരിൻ തുമീത്തുൽ കൽബ. ഹൃദയത്തെ നിർജീവമാക്കി കളയുന്ന അല്ലെങ്കിൽ ഹൃദയത്തെ മരിപ്പിച്ചു കളയുന്ന കാര്യം എന്താണ്? കസ്റത്തുൽ ലഹ്കി. ചിരി അധികരിപ്പിക്കലാണ് ഹൃദയത്തെ മരിപ്പിച്ചു കളയുന്ന കാര്യം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. അവ്വലു മാ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തി അൽ ഹയാഉ സുമ്മ മാദാ. ഒന്നാമതായി ഈ സമുദായത്തിൽ നിന്നും ഉയർത്തിക്കളയുന്ന കാര്യം ലജ്ജയാണ്. പിന്നീടുള്ള കാര്യം ഏതാണ്? അതിൻ്റെ ഉത്തരം അൽ അമാനത്തു, വിശ്വസ്തതയാണ്. 10. മാ ലിദ്ദുൽ അമാനത്തി. അമാനത്ത് എന്നതിൻ്റെ വിപരീത പദം എഴുതുക. അതിൻ്റെ വിപരീതം ഖിയാനത്തുൻ എന്നാണ്. 11ാമത്തത് അക്മിൽ, പൂർത്തിയാക്കി എഴുതുക. ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പൂർത്തീകരണം കൊടുക്കാനാണ്. കാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഈമാന ലിമൻ ലാ ഡാഷ് ലാ അമാനത്ത ലഹു എന്ന് അവിടെ എഴുതി കൊടുക്കണം. തർജിമ എഴുതാൻ. കാല സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ ഇസ്ലാമിനെ നന്നാക്കുന്നതിൽപ്പെട്ടതാണ് അവന് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കൽ. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ, അജിബ്, ഉത്തരം എഴുതുക. മാ സബബു ഇന്തിശാരിൽ ഇസ്ലാമി ഫി കസീരിൻ മിനൽ ബിലാദി. ധാരാളം സ്ഥലങ്ങളിൽ ഇസ്ലാം വ്യാപിക്കാനുണ്ടായ പ്രധാന കാരണം എന്താണ്? എന്തായിരുന്നു? വബി അമാനത്തി സാബിക്കീന മിൽ മുസ്ലിമീന. മുസ്ലിമീങ്ങളായ മുൻഗാമികളുടെ വിശ്വസ്തത കൊണ്ടാണ് ധാരാളം നാടുകളിൽ ഇസ്ലാം വ്യാപിക്കാൻ കാരണം. 14ാമത്തെ ക്വസ്റ്റ്യൻ, മാദാ അജാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖീല ലഹു മൻ അക്രമുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടല്ലോ, എന്തെന്ന്? നബിയെ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ബഹുമാനികൾ, ആദരണീയർ ആരാണ്? അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറുപടി പറഞ്ഞത്? അതിൻ്റെ ഉത്തരം അത്തുക്കാഹും. അവരിൽ നിന്ന് ഏറ്റവും തഖ്വയുള്ള ആളുകളാണ് ഏറ്റവും ബഹുമാനികൾ എന്നാണ് മറുപടി പറഞ്ഞത്. ചോദ്യം 15. മത്താ യുഹിബ്ബുക്കല്ലാഹു വയുഹിബ്ബുക്കന്നാസു. എപ്പോഴാണ് നിന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അതേപോലെ ജനങ്ങളും ഇഷ്ടപ്പെടുന്നത്?
അതിൻ്റെ ഉത്തരം ഇസ്ഹദ് ഫിദ് ദുനിയ യുഹിബ്ബുകല്ലാഹ്. ഐഹിക സുഖങ്ങളെ നീ ഒഴിവാക്കുക, അപ്പോൾ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഐദിന്നാസ് യുഹിബ്ബുകന്നാസു. ജനങ്ങളുടെ കയ്യിലുള്ളത് നീ ഒഴിവാക്കുക, അപ്പോൾ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും എന്നതാണ് ആൻസർ. 16 അൽ മുത്തഖി മൻ ഹുവ. ആരാണ് മുത്തഖി? ആരാണ് തഖ്വയുള്ളവൻ? പരലോകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ട് ശരീരത്തെ സൂക്ഷിക്കുന്നവനാണ് മുത്തഖി. ക്വസ്റ്റ്യൻ നമ്പർ 17. ഉക്തുബ് ഇസ്നൈനി മിൻ അലാമത്തിൻ നിഫാഖി. നിഫാഖിൻ്റെ കാപഢ്യത്തിൻ്റെ അടയാളങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. 1 ഇദാ ഹദ്ദസ കദിബ. സംസാരിച്ചാൽ കളവ് പറയുക. 2 വഇദാ വഅദ അഖ്ലഫ. വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക. 18ാമത്തെ ചോദ്യം. കാല ബഅദുൽ ഹുകമായി അർബഉൻ ലാ സആദത ലഹും ഔദിഹി ഇസ്നൈനി മിൻഹാ. തത്വജ്ഞാനികളായവർ പറഞ്ഞു 4 കാര്യങ്ങൾ ഉള്ളവർ വിജയിക്കുകയില്ല. ആ 4 കാര്യങ്ങളിൽ നിന്ന് 2 കാര്യം എഴുതാൻ. 1 അല്ലദീ യബ്ഖലു ബിസ്സലാത്തി വസ്സലാമി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്തും സലാമും ചൊല്ലാൻ ലുബ്ധത കാണിക്കുന്നവർ. 2 അല്ലദീ ലാ യുജീബുൽ മുഅദ്ദിന. ബാങ്ക് വിളിക്കുന്നവന് ഉത്തരം ചെയ്യാത്തവർ. 19 ഉക്തുബ് സിയാക. സന്ദർഭം എഴുതണം. മങ്കാല വ മത്താക്കാല. ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്. അഫലാ ജഅൽതഹു ഫൗക തആമി ഹത്താ യറാഹു നാസു. എന്നാൽ ഇത് ജനങ്ങൾ കാണുന്ന രീതിയിൽ മുകളിലായി ഭക്ഷണം വച്ചിങ്ങനായിരുന്നു. ആ സന്ദർഭം എഴുതാനാണ്. ഒരിക്കൽ, അതിൻ്റെ ആൻസർ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭക്ഷണ കൂമ്പാരത്തിൻ്റെ അരികിലൂടെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ അതിലിട്ട് നോക്കിയപ്പോൾ കയ്യിൽ നനവ് തട്ടി. ഭക്ഷണത്തിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ അയാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അതിന് മഴ തട്ടിയതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചതാണ്, എങ്ങനെ? അഫലാ ജഅൽതഹു ഫൗക തആമി ഹത്താ യറാഹു നാസു. എന്നാൽ ആളുകൾക്ക് കാണത്തക്ക വിധം നനഞ്ഞത് മുകളിൽ വെക്കേണ്ടതായിരുന്നില്ലേ? ഇതാണ് സന്ദർഭം. അടുത്ത 20 ചോദ്യം. ബയ്യിനിൽ വാഖിഅത. ഈ സംഭവം എഴുതാൻ. ഏത് സംഭവം? അദ്ഖല അബൂബക്കർ റളിയല്ലാഹു അൻഹു യദഹു ഫഖാഅ കുല്ല ഷൈഇൻ ഫീ ബത്നിഹി. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ കൈ വായിലേക്ക് ഇട്ടത് വയറിലുള്ള മുഴുവൻ ഛർദ്ദിച്ച് കളഞ്ഞു ഭക്ഷണം. ആ സംഭവം എന്താണെന്ന് വിശദീകരിച്ച് എഴുതാൻ. എന്താണ് ആ സംഭവം? നമുക്ക് നോക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരു അടിമയുണ്ടായിരുന്നു. അയാൾ ജോലി ചെയ്ത കൂലി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യും. ഒരിക്കൽ അയാൾ കൊണ്ടുവന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭക്ഷിച്ചു. അപ്പോൾ അടിമ ചോദിച്ചു, താങ്കൾക്കറിയാമോ ഇത് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ ആ അടിമ പറഞ്ഞു, ജാഹിലിയ കാലത്ത് ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രശ്നം വെച്ചിരുന്നു. എനിക്ക് പ്രശ്നം വെക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ അവനെ വഞ്ചിച്ചു. ഇപ്പോൾ എന്നെ അയാൾ കണ്ടുമുട്ടിയപ്പോൾ അതിന് പ്രതിഫലമായി എനിക്ക് തന്നതാണ് നിങ്ങളിപ്പോൾ ഭക്ഷിച്ചത്. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈ വായിലേക്കിട്ട് വയറിലുണ്ടായിരുന്ന മുഴുവൻ ഭക്ഷണവും ഛർദ്ദിച്ച് കളഞ്ഞത്. ഇത്രയുമാണ് 2023 അർദ്ധവാർഷിക പരീക്ഷയിൽ അഖ്ലാഖിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ 2024 അർദ്ധവാർഷിക പരീക്ഷയ്ക്കും തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അങ്ങനെ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല നല്ല വിജയം പ്രദാനിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.